നമസ്കാരം. മനുഷ്യ ജീവിതാനുഭവങ്ങളിലെ ഏറ്റവും തീവ്ര അനുഭവങ്ങളിൽ ഒന്നായിട്ടാണ് പ്രവാസത്തെ എണ്ണുന്നത്. ബൈബിൾ വരെ അത് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു 15 വർഷക്കാലത്തിൻ്റെ പ്രവാസ ജീവിതമുണ്ട്, ബഹ്റിൻ ജീവിതമുണ്ട്. അതിൽ തന്നെ ഏറ്റവും തീവ്രമായ ഒരു അനുഭവം, ഞാനിവിടുന്ന് പോയി ഒരു 4-5 മാസം കഴിയുമ്പോൾ ചിക്കൻ പോക്സ് വന്നു. ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചിക്കൻ പോക്സ് അല്ല. അതതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടം കഴിഞ്ഞ് അബോധാവസ്ഥയിലേക്ക് എത്തുകയും ഏകദേശം ഒരു മാസക്കാലം ആശുപത്രിവാസം നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലധിക ദിവസവും അബോധാവസ്ഥയിൽ തന്നെ കിടന്നു. കണ്ണുകളൊക്കെ അടഞ്ഞുപോയി, ചെവി മൂടിപ്പോയി. ഈ വാതിൽ കടക്കാൻ പോലും നമ്മൾ ഭയപ്പെടും. കാരണം വാതിലിന്റെ വശത്തിൽ നമ്മളെ ഇങ്ങനെ ചീർത്തിരിക്കുന്നത് കാരണം, മുട്ടും എന്ന തോന്നൽ കാരണം വാതിൽ നമ്മൾ കടക്കില്ല. ആ നിലയിലുള്ളൊരു അനുഭവം ഉണ്ടാകും. ബഹ്റിനിലെ മെഡിക്കൽ കോളേജ്, സൽമാനിയ മെഡിക്കൽ കോളേജിലെ ഒരു ഐസൊലേഷൻ റൂമിലാണ് അന്ന് കിടന്നിരുന്നത്. അത് ഈ പ്രവാസം ആരംഭിക്കുന്ന ഏതൊരു മനുഷ്യനും ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു കടുത്ത വീർപ്പുമുട്ടലുള്ള കാലമാണ്. അതിൻ്റെ കൂടെ ഇതുപോലെ രോഗമൂർച്ച കൂടിയാകുമ്പോൾ അതിലെ ബോധമുള്ള നിമിഷങ്ങളെല്ലാം തന്നെ മരിച്ചു കളഞ്ഞാൽ എന്ത് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒറ്റപ്പെടലിൻ്റെ ഭീകരമായ അനുഭവങ്ങളുടെ ഒരു കാലമാണ്. പിന്നെ ചിക്കൻ ബോക്സ് അല്ലേ, അത് കൊണ്ടുവരുന്ന ഈ കണ്ണടച്ചാലും തുറന്നാലും കാഴ്ചകൾ ഇങ്ങനെ വരികയാണ്. പഴയ കാലത്തെ ഓരോരോ അനുഭവങ്ങൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് അതിൽ തന്നെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ ഒറ്റപ്പെട്ടി റൂമിൽ കിടക്കുന്ന സമയത്ത് ഈ ആശുപത്രിയുടെ നിയമം അനുസരിച്ച് 4 മണി മുതൽ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നത്. അപ്പോൾ എന്നെ കാണാൻ വരാൻ അധികം വിസിറ്റേഴ്സ് ഒന്നുമില്ല. ഈ ഒറ്റയ്ക്ക് ഇതിനകത്ത് കിടക്കുകയാണ്. പ്രത്യേകിച്ച് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ആരും പ്രവേശിക്കുകയില്ല. ഒരു ദിവസം ഈ സാധാരണ 4 മണി കഴിഞ്ഞിട്ടുള്ള ഈ സമയത്ത് ഈ പെന്തക്കോസ് വിശ്വാസത്തിൽപ്പെട്ട പാസ്റ്റർമാരും അതുപോലെ പ്രാർത്ഥനയ്ക്കായി വരുന്ന ആളുകളുമുണ്ട്. അവര് ലഘുലേഖകളുമായിട്ടൊക്കെ വന്ന് ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരാൾ വന്ന് ഈ വാതിൽ തുറന്നു. ആദ്യം ഒന്ന് അറച്ചു നിന്നു. കാരണം എന്നെ കണ്ടാൽ തീയിൽ വീണ ഒരാള് ഇരിക്കുന്നത് പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒന്ന് അറച്ചു നിന്ന ശേഷം അയാൾ എന്താണ് സംഭവിച്ചതെന്ന് വാതിൽ നിന്ന് എന്നെ തിരക്കുകയും എൻ്റെ മറുപടി കേട്ട് അല്പനേരം വന്ന് മുറിക്കകത്ത് ഉള്ള സ്റ്റൂളിൽ ഇരിക്കുകയും ചെയ്തു. അതിനുശേഷം ഒന്നിടവിട്ട് ഉള്ള ദിവസങ്ങളിൽ ഇയാൾ എന്നെ കാണാൻ വരും. ബൈബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കും. സാമാന്യം നന്നായി ബൈബിൾ വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ ചുമ്മാ കേട്ടിരിക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്ത് ബൈബിൾ കാര്യങ്ങൾ തന്നെ തിരിച്ചു പറയുന്ന, തിയോളജിക്കലായ കാര്യങ്ങൾ തന്നെ തിരിച്ചു പറയുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇയാള് സ്ഥിരമായി വന്നു തുടങ്ങി. എൻ്റെ ആശുപത്രിവാസം കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ നമ്പർ എടുത്ത് എൻ്റെ റൂമിൽ വന്ന് കാണാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ഈ ബഹ്റിൻ പോലുള്ള ഗൾഫ് നാടുകളിലെ ഈ പെന്തക്കോസ് ഗ്രൂപ്പുകൾ ചെയ്യുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, അവര് ഇങ്ങനെ പുറത്തു നിന്ന് ഈ ലോകത്തിന്റെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് വലിയ പ്രാസംഗികരെയും പെന്തക്കോസ് പാസ്റ്റർമാരെയൊക്കെ അവിടെ പ്രസംഗത്തിനായി കൊണ്ടുവരും. ഇങ്ങനെ കൊണ്ടുവരുന്ന ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. എന്നെ ക്രിസ്തു വിശ്വാസിയാക്കി തീർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ തർക്കിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ എൻ്റെ ബിബിളിക്കലായ ആർഗ്യുമെന്റുകൾ വെച്ച് തന്നെ എന്നെ ഖണ്ഡിക്കുന്നതിന് കൂടുതൽ വലിയ ചെങ്കീരികളെ അവര് ഇറക്കുകയുണ്ടായി. അങ്ങനെ ഇത് നീണ്ടു പോയി. ഏകദേശം 1.5 മാസക്കാലം ഇവരിങ്ങനെ വരും, രാത്രികളിൽ വരും. ചിലപ്പോൾ എനിക്ക് അസൗകര്യം തന്നെയായി. കാരണം ഇവർ വന്നാൽ പെട്ടെന്ന് പോവില്ല. വീട്ടിൽ വന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ
മുറിച്ചയക്കുക. അത് കാരണം നമ്മളത് ഒരു ആതിഥേയ മര്യാദയോടുകൂടി അവരെ അക്കോമഡേറ്റ് ചെയ്യും, അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എൻ്റെ പല കാര്യങ്ങളും രാത്രിയുള്ള പുറത്തേക്കുള്ള യാത്രകളോ മറ്റു കാര്യങ്ങളൊക്കെ മുടങ്ങുന്ന സന്ദർഭം. ഇങ്ങനെ പല ആളുകളും വന്ന് എന്നിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് മതം മാറ്റുന്നതിനോ എൻ്റെ വിശ്വാസത്തിനെ നിങ്ങളുടെ വിശ്വാസവുമായി പറഞ്ഞുറപ്പിക്കുന്നതിനോ ഒന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. എന്നെ അങ്ങനെ നിങ്ങൾ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളല്ല ഒരുപക്ഷെ ജീസസ് ആയിരിക്കാം കീഴ്പ്പെടുത്തുന്നത്, അങ്ങനെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നു തരും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അത് എൻ്റെ സമൃദ്ധിയിൽ, എൻ്റെ ആരോഗ്യത്തിൽ, എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എൻ്റെ ഒരു നല്ല അവസ്ഥയിലാകണം. ഞാൻ രോഗാതുലനായിരിക്കുമ്പോൾ, ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ, ഞാൻ കിടപ്പ് രോഗിയായിരിക്കുമ്പോൾ, ഞാൻ വീണ് കിടക്കുമ്പോൾ എൻ്റെ പുറത്തേക്ക് ഓടിക്കയറുന്നത് ഏത് തരം ആശയങ്ങളാണെങ്കിലും അത് പിശാചിൻ്റെ ആശയമായിട്ടേ ഞാൻ കണക്കാക്കുകയുള്ളൂ. ദൈവം എന്നെ എൻ്റെ സമ്പത്തിൽ, സമൃദ്ധിയിൽ, എൻ്റെ സന്തോഷത്തിൽ എന്നിൽ പ്രവേശിക്കേണ്ടുന്ന ഒരു ശക്തിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ദുർബലതയിൽ എന്നെ കീഴ്പ്പെടുത്താൻ വരുന്ന, അല്ലെങ്കിൽ എന്നിൽ മതം മാറ്റാൻ പറ്റും എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഈ സന്ദർഭം ഉപയോഗിച്ച് എന്നെ ആശ്രയപ്പെടുത്താം എന്ന് വിചാരിക്കുന്ന ഒരു ശക്തിക്കും ഞാൻ കീഴ്പ്പെടുന്ന പ്രശ്നമില്ല. അത് മരണമാണ് അതിന് പകരം വയ്ക്കുന്നതെങ്കിൽ കൂടിയും ഞാനത് സന്തോഷമായി സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയണ്ടായി. അവിടെ വെച്ചാണ് ആ ബന്ധം മുറിയുന്നത്. സത്യത്തിൽ എൻ്റെ ബഹ്റിൻ ജീവിതം ഈ ക്രിസ്തു മതത്തിൻ്റെ വിവിധ ഭാവങ്ങളെ തിരിച്ചറിയുന്നതിനും അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ പലതിനോടും അടുത്തിടപഴകുന്നതിനും അത്തരം ധാരാളം ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനും ഇന്നും എൻ്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വലിയ സൗഹൃദങ്ങളെ സമ്പാദിക്കുന്നതിനുമൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു കാലമാണ്. അത് വലിയ വിലയോടുകൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ജീവിതം നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരാശയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൾട്ട്, ഒരു വിഭാഗം നമ്മളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അത് രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും അതിന് വശപ്പെട്ടുകൂടാ എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം.